വാർത്തകൾ സമഗ്രമായി. ഇറാനുമായുള്ള യുദ്ധവിരാമ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ അവകാശവാദവും തള്ളുകയാണ് ഇറാൻ. അമേരിക്കയുമായി പ്രത്യക്ഷ പരോക്ഷ ചർച്ചയില്ലെന്ന് ഇറാൻ നിലപാട് കടുപ്പിക്കുന്നു. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഇറാൻ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ നയതന്ത്ര നീക്കം ശക്തമാക്കി തുർക്കി, ഈജിപ്ത്, ഒമാൻ എന്നീ രാജ്യങ്ങൾ രംഗത്തുണ്ട്. അമേരിക്കയുടെ 15 നിർദ്ദേശം പാകിസ്ഥാൻ ഇറാന് കൈമാറിയെന്ന് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. US സൈനിക വിന്യാസം ഉൾപ്പെടെ എല്ലാം നിരീക്ഷിച്ചു വരുന്നതായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ അറിയിച്ചു. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ മിസൈൽ വർഷത്തിൽ നിരവധി പേർക്കാണ് പരുക്കേറ്റത്. ബംഗൂരിയൻ വിമാനത്താവളം പൂർണ്ണമായും പ്രവർത്തനം നിർത്തി. MCA നാസറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നാസർ, ട്രംപിന്റെ എല്ലാ വാദങ്ങളും തള്ളുകയാണോ ഇറാൻ? ഒരു ചർച്ചയ്ക്കും, പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു ചർച്ചയ്ക്കും തങ്ങളില്ല എന്നാണോ ഇറാൻ പറയുന്നത്? യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ തന്നെയാണോ ഇറാന്റെ തീരുമാനം? 26ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സംഘർഷം അനിശ്ചിതമായി തന്നെ തുടരുമെന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഒരു കരാറിനുള്ള അന്തിമ നീക്കത്തിലാണ്. ആ കരാർ ഇറാനുമായിട്ടുള്ള ഈ ചർച്ചയിലൂടെ ഒരു കരാറിൽ എത്തിച്ചേരും. ആണവായുധം സ്വന്തമാക്കില്ലെന്ന് ഇറാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അക്കാര്യം രേഖാമൂലം തന്നെ അറിയിച്ചു എന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ട്രംപ് വിശദീകരിച്ചിരുന്നു. പക്ഷെ അതിനൊക്കെയും പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന സമീപനം തന്നെയാണ് ഇറാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു നിലക്കുള്ള ചർച്ചകളും അമേരിക്കയുമായി നടത്താൻ തങ്ങൾക്ക് താല്പര്യമില്ല. കാരണം പിന്നിട്ട് 9 മാസത്തിനുള്ളിൽ 2 തവണയാണ് ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ഒരു കടന്നാക്രമണം തങ്ങളുടെ രാജ്യത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയത്. അതുകൊണ്ട് ഒരു നിലക്കും അമേരിക്കയെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ചർച്ച കൊണ്ട് കാര്യമില്ല. ഈ പോരാട്ടം ശക്തമായി തന്നെ തുടരുമെന്നൊരു മുന്നറിയിപ്പാണ് ഇറാൻ സൈനിക രാഷ്ട്രീയ നേതൃത്വം നൽകുന്നത്. ഏതായാലും പാകിസ്ഥാനിൽ മിക്കവാറും നാളെ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചയ്ക്ക് വേദിയൊരുക്കുമെന്ന പാക് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പം മുമ്പ് പാകിസ്ഥാനിലെ തന്നെ ഇറാൻ അംബാസഡർ വ്യക്തമാക്കുന്നത് പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഒരു ചർച്ചയ്ക്കും അമേരിക്കയുമായി തങ്ങളില്ല എന്നൊരു നിലപാട് അസന്നിഗ്ധമായി തന്നെ ഇറാൻ അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ അതേസമയം മധ്യസ്ഥ രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് ഈജിപ്ത്, ഒമാൻ, തുർക്കി ഈ 3 രാജ്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തി വരുന്നുണ്ട്. കാരണം അല്പം മുമ്പ് തുർക്കി വിദേശകാര്യമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ചില നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്കും ഇറാനും മുമ്പാകെ തങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. വളരെ സജീവമായി തന്നെ തങ്ങൾ ഈ മധ്യസ്ഥ നീക്കവുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് തുർക്കി വ്യക്തമാക്കുന്നത്. രാജ്യങ്ങളുമായി വളരെ അടുപ്പമുള്ളൊരു ബന്ധമുണ്ട്. അത് പ്രയോജനപ്പെടുത്തി ഈ സംഘർഷത്തിന് അവസാനം ഉണ്ടാക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ അതേസമയം ആക്രമണം അതിശക്തമായി തന്നെ തുടർന്നുകൊണ്ട് തെഹ്റാൻ, ഇസ്ഫഹാൻ, കും ഉൾപ്പെടെയുള്ള പല നഗരങ്ങൾക്ക് നേരെയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമാക്രമണം തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെല്ലവീവ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണമാണ് ഇന്നലെ രാത്രിയും ഇന്ന് വെളുപ്പിനും ഇന്ന് ഉച്ചയോടുകൂടിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ തെല്ലവീവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചതായിട്ട് ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. ബംഗൂരിയൻ എയർപോർട്ടിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിർത്തിവെക്കാനും ഈ മിസൈൽ ആക്രമണം മൂലം ഇസ്രായേൽ നിർബന്ധിതമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. വിനീഷ, നാസർ, ഒരു 15 നിർദ്ദേശങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇറാൻ ഏതെങ്കിലും രീതിയിൽ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? പാകിസ്ഥാൻ വഴി, ഇടനിലക്കാർ വഴി അത് ഇറാനിൽ എത്തിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക കൈമാറിയെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് എത്ര കണ്ട് സ്ഥിരീകരണം ഇതിനുണ്ട് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. എന്തായാലും ഈ സംഘർഷം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാനും പറ്റുമെങ്കിൽ ഇറാൻ മുന്നോട്ട് വെച്ചതുപോലെ തന്നെ ഒരു സമഗ്ര യുദ്ധവിരാമത്തിനുള്ള ഒരു സൂചനകളാണ് ഈ 15 കരാറിലുള്ളത്. ഇസ്രായേൽ നേതൃത്വവും ഇത് അംഗീകരിക്കുന്നുണ്ട്. കാരണം അമേരിക്കകളുമാണ് ചില നിർദ്ദേശങ്ങൾ ഇറാന് മുമ്പാകെ സമർപ്പിക്കുന്നത്. അത് ഇറാന്റെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്നതാണ് അത്തരം റിപ്പോർട്ടുകൾ എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ നിമിഷം വരെയും ഈ ചർച്ച ഏതെങ്കിലും അർത്ഥത്തിൽ അമേരിക്കയുമായിട്ട് പ്രത്യക്ഷമോ പരോക്ഷമോ ആയി നടന്നു എന്നത് ഓൺ ചെയ്യാൻ ഇറാൻ നേതൃത്വം വിസമ്മതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഒരു സാഹചര്യത്തെ, പ്രത്യേകിച്ച് കൂടുതൽ സൈന്യത്തെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനും ഖാർഗ് ദ്വീപ് പറ്റുമെങ്കിൽ സൈനികമായിട്ട് അവിടെ അധിനിവേശം നടത്താനുമുള്ള ഒരു നീക്കം അമേരിക്ക ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തങ്ങൾ സൂക്ഷ്മമായിട്ട് തന്നെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഏത് സാഹചര്യം
സാഹചര്യത്തെ നേരിടാനും തങ്ങളുടെ സൈന്യം സജ്ജമാണ് എന്നാണ് അല്പം മുമ്പ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാർലമെന്റ് സ്പീക്കറാണ് ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് നേരത്തെ ട്രംപിന്റെ ഒരു സൂചന ഉണ്ടായിരുന്നു. പക്ഷെ അതും നിരാകരിക്കപ്പെടുകയാണ്. പാർലമെന്റ് സ്പീക്കർ തന്നെ വ്യക്തമാക്കുന്നത് ഒരു ചർച്ചയും അമേരിക്കയുമായിട്ട് നടത്താൻ തങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകൾ കൊണ്ട് കാര്യമില്ല. തങ്ങളുടെ യുദ്ധലക്ഷ്യങ്ങൾ പൂർണ്ണമായിട്ടും നിറവേറും വരെ ഈ സൈനിക നീക്കവുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന മുന്നറിയിപ്പാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഒരേ സ്വരത്തിൽ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിനിഷ.